ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എൻ്റെ ആദ്യത്തെ കഞ്ഞിവോട്ട് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും കാലമായിട്ട് വോട്ട് ചെയ്തില്ലേ? ഇല്ല ഗീസ്, ഞാൻ വോട്ട് ചെയ്തില്ല. എൻ്റെ ആദ്യത്തെ വോട്ടാണ്. അപ്പോൾ ഞാൻ പതിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു ദിവസമാണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് ഓട്ടടയും ബീഫ് കറിയാണേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടായ മാങ്ങയാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളി മാങ്ങ ആണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതൊക്കെ കിളി കൊത്തിയതാണ് കേട്ടോ, അത്രയും വലിയ മാങ്ങ ആണ് കേട്ടോ നമ്മളെ വീട്ടിലുണ്ടായത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അത്രയും നല്ല ഉരുണ്ട എന്താ പറയുക, നല്ലൊരു മസാല, നല്ലൊരു മാങ്ങ അതിന് കേട്ടോ. അപ്പോൾ കിളികൾ ഇങ്ങനെ കൊത്തി തിന്നിട്ട് വാപ്പ അതിൻ്റെ മുകളിൽ പോയിട്ട് ബാക്കിയുള്ള ഒടിക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് പഴുപ്പിക്കാമല്ലോ. അങ്ങനെ എല്ലാം പിന്നെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് ഒടിക്കുകയാണ്. അപ്പോഴേക്ക് ഞാൻ പോകാനുള്ള ഒരുക്കങ്ങളായി, വീടൊക്കെ ക്ലീൻ ചെയ്ത് ചായയൊക്കെ കുടിച്ച് മക്കളൊക്കെ സെറ്റാക്കി. അങ്ങനെ എൻ്റെ കൂടെ ദുവയും പോരുന്നുണ്ട് കേട്ടോ. ഞാൻ എവിടേക്ക് മാറ്റി എറിഞ്ഞാലും ആൾക്ക് ആദ്യം എൻ്റെ കൂടെ പോരണം. ഞാൻ എത്രയോ പറഞ്ഞ് ഇവിടെ നിന്നോ കേട്ടില്ല. ഇനി ഓളെ പൂതിയല്ലെങ്കിൽ പോരട്ടെ. പൂതിയതായാലും അന്നത്തോടുകൂടി മാറിയിട്ട് നല്ല വെയിലും ചൂടും എന്താ പറയുക അങ്ങനെ. അപ്പോൾ വാപ്പ ജാബിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ മുകളിലേക്ക്, കാൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഓളെ കൂട്ടി ഇപ്പോൾ വരും. അപ്പം ഞാൻ മാറ്റിയൊക്കെ റെഡിയായി ഞാൻ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തൊരു ചൂടാണല്ലേ! ഇപ്പോൾ പൊതുവെ എല്ലായിടത്തും ചൂടുണ്ടാവും. ഞാൻ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്നിട്ട് വെയിലും കൊണ്ട് അടിക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല ചൂടുണ്ട്, വെയിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന 11-11:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം തന്നെയാണ്. വൈകുന്നേരം പോയാലും എന്താ പറയുക, തിരക്കുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ഒരു സമയത്ത് പോയതാണ് കേട്ടോ. പിന്നെ നമുക്കൊന്ന് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നാണെങ്കിൽ ഉസ്താദുമാരെ ചിലവുണ്ട് കേട്ടോ. പള്ളിയിൽ ഉസ്താദിന് ഫുഡ് കൊടുക്കണം ഉച്ചക്കിലേക്ക്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് സെറ്റാക്കി ബാക്കി ഉമ്മ അവിടുന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഉമ്മ ഞങ്ങളെ കൂടെ പോന്നിട്ടില്ലായിരുന്നു, കാരണം ഉസ്താദുമാർക്ക് ഫുഡ് ഉണ്ടാക്കണേ കൊണ്ട് ഒക്കെ ഒന്ന് റെഡി ആക്കണമല്ലോ. അപ്പോൾ ഉമ്മ എന്തായാലും എല്ലാ വോട്ടാണെങ്കിലും വൈകുന്നേരം ചെയ്യലുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്ന് ചെറിയ തിരക്കേ ഉള്ളതിനും, അങ്ങനെ ഒന്നും ആൾക്കാർ കുറവായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളതിനും, വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ഒരു അരമണിക്കൂർ നമ്മളവിടെ നിന്ന് കേട്ടോ. അതിന് ശേഷം ഞാൻ ജാബിയൊക്കെ ചെയ്ത് നമ്മൾ വണ്ടിയിൽ കയറി ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ വോട്ട് ചെയ്യുന്നത്. കാരണം എനിക്കിതുവരെ ID കാർഡ് ഒന്നുമില്ല അതിനും. അപ്പോൾ ഇപ്പോൾ ഓരോ നിയമങ്ങളൊക്കെ വന്നതിന് ശേഷം ഞാനിപ്പോൾ ID കാർഡൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ വോട്ട് എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം വോട്ട് നമ്മുടെ ഒരു അവകാശമാണല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. അമ്മ നമ്മളും വോട്ടൊക്കെ ചെയ്ത് വീട്ടിലെത്തിയപ്പോഴേക്ക് ഉസ്താമാർക്കുള്ള ഞാൻ കറിയൊക്കെ വെച്ച് കേട്ടോ പോയിട്ടുണ്ട്. അതിന് പിന്നെ ഉപ്പേരി ഉമ്മ വെച്ചത്, അതിന് പിന്നെ ചോറും ഉമ്മ വെച്ച്, പിന്നെ പപ്പടം പൊരിക്കാനും തൈര് റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ വെച്ചു. ഉസ്താമാർ എന്തായാലും ലോഹർ നിസ്കാരം കഴിഞ്ഞൊരു 1:15-1:20 ആവട്ടെ വരാൻ. അപ്പോഴേക്ക് ഇവൽക്കൊന്ന് കൊടുക്കാൻ വെച്ചു. ഇവൾക്ക് നല്ല വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓൽക്ക് റെന്നു ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ജാബി പിന്നെ ആട്ടേക്ക് അങ്ങ് പോവുകയും ചെയ്ത് റെന്നു വിടായിരുന്നു. അങ്ങനെ ഓൽക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിന്നെ ഉസ്താദുമാർ വന്നിട്ടോ. പിന്നെ ഓൽക്ക് പാത്രത്തിൽ ഫുഡൊക്കെ ആക്കി കൊടുത്ത് പിന്നെ ഓലെ പറഞ്ഞയച്ചേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മക്കൊരു മരണ വീട്ടിൽ പോകാനുണ്ടായിരുന്നു, വാപ്പക്കും ഉമ്മക്കും. അങ്ങനെ ഓല ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഓല് പോയിട്ടോ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ദുവക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെന്താ, അങ്ങനെ ഞാൻ എൻ്റെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പിന്നെ ഇന്ന് സിമ്പിളായിട്ടുള്ള ഫുഡാട്ടോ കൊടുത്തിട്ടുണ്ടായിന്. കാരണം ഇന്ന് വോട്ടായതുകൊണ്ട് തന്നെ പിന്നെ സാധനങ്ങളൊന്നും തലേന്ന് പെട്ടെന്ന് ഇവര് വിളിച്ച് പറഞ്ഞത് കേട്ടോ. രാത്രി ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോൾ അപ്പം നമ്മൾ ചിക്കനും അതൊന്നും ഇല്ലായിരുന്നു, സ്റ്റോക്ക് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വോട്ടാണെന്ന് വിചാരിച്ചിട്ട് ഉസ്താദുമാരുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നിന്നതതിന്. അപ്പോഴാണ് പെട്ടെന്ന് വിളി വന്നത്. പിന്നെ പെട്ടെന്ന് പോയി സാധനം വാങ്ങലും അങ്ങനെയൊക്കെ കൂടായി. പിന്നെ വോട്ടും ആണല്ലോ, എല്ലാവർക്കും തിരക്കാണ്. പിന്നെ എനിക്കും വോട്ട് ചെയ്യാൻ പോകണോ, ജാബിക്ക് എല്ലാവർക്കും ഉമ്മക്കൊക്കെ പോകണമല്ലോ, വാപ്പക്കും. അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഫുഡാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ കാബേജ് ഉപ്പേരി തൈര് പപ്പടം അങ്ങനെ എടുക്കട്ടോ. ഇന്ന് സിമ്പിൾ. സാധാരണ എല്ലാ ദിവസവും നല്ല ഹെവി ആയിട്ട് തന്നെ കൊടുക്കലുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തില്ലൊരു സമാധാനം കിട്ടൂലല്ലേ. ഇവിടെ ഉമ്മാക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണ് കേട്ടോ. ചെറുതായിട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോഴേക്ക് പറയും അത്ര പോരാ, അത് വേണം ഇത് വേണം എന്നൊക്കെ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഇങ്ങനെയൊക്കെയാണ്. ഏതായാലും റാഹത്തായിട്ട് ഓൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അതിനും ഈ ഒരു ചക്കരട്ടി മാങ്ങ കേട്ടോ ഞങ്ങൾ പറയാം. ചക്കരട്ടി മാങ്ങ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നതായിരുന്നു, കുറേ ഉണ്ടായിരുന്നു കവറിൽ. അപ്പം ഞാൻ ചോറൊക്കെ തിന്നതിന് ശേഷം ഞാനും ഒന്നെടുത്ത് കഴിച്ചിട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇത്ര മധുരമുള്ള എനിക്ക് കിട്ടിയില്ലേനും, എന്താ അറിയില്ല, നല്ല മധുരമുള്ളൊരു മാങ്ങേനും.
ഞാൻ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വായിൽ വെള്ളം ഊറുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ എന്താ പറയുക, ചെറിയ അണ്ടിയാണല്ലോ, അത് പേടിയാണ്. മക്കൾക്ക് കൈ കൊടുക്കുമ്പോൾ പിന്നെ അങ്ങ് പോവും, അണ്ണാക്കിൽ കുടുങ്ങി പോവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇതൊക്കൊന്നും അങ്ങനെ കൊടുക്കലില്ല. പിന്നെ ഓക്ക് മധുരമുള്ള മാങ്ങനോട് അങ്ങനെ ഇഷ്ടമല്ല, ഇങ്ങനത്തെ മാങ്ങനോടൊന്നും. അതുകൊണ്ട് പിന്നെ ചോദിച്ചിട്ടില്ല. പിന്നെ ആൾക്കാരുടെ ഉണ്ടല്ലോ ഫ്രിഡ്ജ് തുറക്കുക, എന്നിട്ട് അതിലുള്ള സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോകുക. ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിക്കണേ അതെടുത്ത് കൊണ്ടുപോകുക. പാക്കറ്റ് പാൽ കണ്ടാൽ അതെടുത്ത് കൊണ്ടുപോകുക, പൊട്ടിക്കുക. ഇതൊക്കെയാണ് ഓക്കുള്ള പരിപാടി കേട്ടോ. അങ്ങനെ ഞാൻ മാങ്ങയൊക്കെ തിന്ന് നിൽക്കുകയാണ്. വീണ്ടും അതാ ഡോറ് തുറക്കാൻ പോകുന്നത്. ഇതന്നെ ഒക്കെ സ്ഥിരം പരിപാടി കേട്ടോ. എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇനി ഡോർ അഥവാ ഞാൻ ലോക്കാക്കാൻ നോക്കിയാൽ ചാവിയും കാണുന്നില്ല. അങ്ങനെ ഏതായാലും ഓളെ ഇതൊക്കെ നിൽക്കട്ടെ വിചാരിച്ച് ഞാൻ മാങ്ങയൊക്കെ കഴിച്ച് നിന്നിട്ടോ. ഞാൻ 2 എണ്ണം കഴിച്ചിട്ടുണ്ടായിനെ. ബാക്കിയുള്ള ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ച്. ചോറ് പാടെ തിന്നാൻ പറ്റുന്നില്ല അതിന് കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കൂടി തിന്നണം ഗെയ്സ്. അപ്പോൾ അതായത് ഇതിൻ്റെ അണ്ടിൻ്റെ വലിപ്പം നോക്കിയാൽ കണ്ടോ, ചെറിയതല്ലേ. അപ്പോൾ ഇത് പേടിയാണല്ലേ സത്യത്തിൽ. കഴിക്കുമ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയാൽ തൊണ്ടേ കുടുങ്ങിപ്പോവും. ശ്രദ്ധിച്ച് കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിഷ്ടമാണ്, നല്ല മധുരമാണ്. പച്ച ഒരു സുഖം ഉണ്ടാവില്ല, എനിക്കിഷ്ടമല്ല. പിന്നെന്താ, അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കുറച്ച് കൈ വെക്കാണ്ട് അതൊക്കെ കൈകി ഞാൻ ദ്വനുറക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നപ്പോൾ 2 ആൾക്കാർക്കും ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ടീച്ചറും കുട്ടികളും കളിക്കുകയാണ് കേട്ടോ. ബുക്കൊക്കെ എടുത്ത് നിർത്തി ടേബിളൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ട് ഒരു നല്ല കളിയിലാണ്. പിന്നെ ഞാൻ വെച്ച് കുറച്ച് കളിച്ചോട്ടെ, ഫോണിന്മേൽ ഇങ്ങനെ കണ്ടിരിക്കുന്ന നല്ല ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നതാണല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ഓലെ കുറച്ച് നേരമൊക്കെ നോക്കിന്ന് റെന്നു പഠിപ്പിക്കുകയാണ്, മറ്റോളിങ്ങനെ പഠിക്കുകയാണ്. അങ്ങനെയൊക്കെ ടീച്ചറും കുട്ടിയാണ്. പിന്നെ ഞാൻ റൂമിലേക്ക് വന്നപ്പം ദ്വാബിക്കുള്ള കളി ഇതാണ്. തൊട്ടിലൊക്കെ കൂടി കെട്ടിയതിനും, പക്ഷേ ആൾ തൊട്ടിലേക്ക് എടുക്കൂല. ഇപ്പം ഇതാണ് സ്ഥിരം പരിപാടി. ഇങ്ങനെ കളിച്ചിട്ട് തൊട്ടിലൊക്കെ കീറി നാശാക്കിയിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ അത് അവിടെ തന്നെ വെക്കട്ടെ വിചാരിച്ച് ഞാൻ ഏതായാലും ഓളെ ഉറക്കാൻ പോവാണ്. കൂടെ എനിക്കും ചെറുതായിട്ടൊന്ന് ഉറങ്ങണം. അപ്പോൾ കാക്ക വിളിക്കുന്നൊരു സമയമാണ് കേട്ടോ, 2 മണി. അപ്പോഴേക്കും ഞാനെല്ലാം ഫ്രീ ആക്കി വെക്കലാണ്. ചില സമയത്തൊക്കെ ഉറക്കിലേക്കൂട്ടോ, പകൽ ആ സമയമാവും വിളിക്കാൻ. അപ്പോൾ ഏതായാലും ഞാൻ ഓൾ ഉറക്കി വരട്ടെ, കൂടെ ഞാനും കുറച്ചൊന്ന് ഉറങ്ങി വരട്ടെ. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.